ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് അമേരിക്കയുടെ കൂടുതൽ പടക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വീണ്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ ആവർത്തിച്ച് ഇറാനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്തിക്കൊണ്ട് ഇറാൻ കരാറിലേക്ക് വരിക എന്നത് തന്നെയാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഏറെക്കുറെ മങ്ങിയിരിക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ. ഇറാൻ കൂടുതൽ പ്രകോപിതരായിരിക്കുന്നു. അമേരിക്കയാകട്ടെ ഇറാനെ ഒരിക്കലും അങ്ങോട്ട് പോയി കണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് ക്ഷണിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പകരം ഒരു വശത്ത് സായുധമായ നീക്കങ്ങൾ നടത്തി ഇറാനെ ഭയപ്പെടുത്തി, മറുവശത്ത് ഉപരോധങ്ങൾ കൂടുതലായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ ഞെരുക്കി, ഒടുവിൽ ഇറാൻ ഭരണകൂടം തൻ്റെ കാലിൽ വീഴുന്ന അവസ്ഥ എത്തിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ലോകത്തിന് നൽകാനാണ് ട്രംപ് പരിശ്രമിക്കുന്നത്. എന്തായാലും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി പരത്തുന്ന വിധത്തിൽ ഓരോരോ നീക്കങ്ങൾ പുതുതായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അതായത് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കൊപ്പം നിന്ന് പൊരുതാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് നെതന്യാഹുവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാകപ്പിഴ, ചെറിയൊരു തീപ്പൊരി വന്നാൽ പശ്ചിമേഷ്യ മുഴുവൻ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പൊടുന്നനെ പിടിച്ചുകെട്ടാൻ ഒരുപക്ഷെ കഴിയുകയുമില്ല. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം എത്ര കാലമായി തുടങ്ങിയിട്ട് 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് 2-2.5 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധമായി നിലനിന്നു. അപ്പോൾ ഇതിൻ്റെയും പോക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഒരു യുദ്ധം ആരംഭിച്ചാൽ. എന്ന് മാത്രമല്ല, ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ സകല സാധ്യതകളും ഈ യുദ്ധത്തിന് ഉണ്ടാവുകയും ചെയ്യുമെന്നതിൻ്റെ സൂചന പ്രകടമായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി തങ്ങളുടെ പടകളെ ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇറാനൊപ്പം, ഇറാന് വേണ്ടി റഷ്യയുടെയും ചൈനയുടെയും സൈനിക വിന്യാസമുണ്ടായിരിക്കുന്നു. അവർ ഇറാൻ്റെ സൈന്യവുമായി യോജിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ആ വാർത്ത നോക്കുക. പലസ്തീൻ ക്രോണിക്കിളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. മറ്റു പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കടുത്ത പ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ വളരെ വിശദമായി ഇതിൻ്റെ സകല മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രേക്ഷകരെ കാണിക്കുന്നത്. പലസ്തീൻ ക്രോണിക്കിൾ എന്ന മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. നോക്കുക. ഇറാൻ, റഷ്യ ആൻഡ് ചൈന ഹോൾഡ് ജോയിൻറ്റ് മിലിറ്ററി ഡ്രിൽസ് നിയർ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്നാണ് പറയുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും സൈന്യങ്ങൾ ഒന്നിച്ച് ഒരു വലിയ സൈനികാഭ്യാസം നടത്തി എന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കുക. ഇറാൻ, റഷ്യ ആൻഡ് ചൈന കണ്ടക്റ്റഡ് ജോയിൻറ്റ് മിലിറ്ററി ഡ്രിൽസ് നിയർ ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആസ് US threats against Iran ഇൻറ്റൻസിഫൈ ആൻഡ് റീജിയണൽ ആക്ടേഴ്സ് പ്രിപ്പയർ ഫോർ പോസിബിൾ എസ്കലേഷൻ എന്നാണ് അതിൽ പറയുന്നത്. അതായത് അമേരിക്കയുടെ ഭീഷണി വർദ്ധിക്കുകയും പ്രാദേശികമായുള്ള രാജ്യങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രകടനം, ഒരു ശക്തി പ്രകടനം ഉണ്ടായിരിക്കുന്നത് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു. Iran has conducted wide-ranging joint military exercise with Russia and China in waters stretching from the Strait of Hormuz to the northern Indian Ocean എന്ന ആദ്യ വരി നോക്കുക. ഇത് ചെറിയൊരു പ്രദേശത്തല്ല ഇത് നടന്നത്. ഹോർമുസ് കടലിടുക്ക് മുതൽ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന കടലിൽ മുഴുവനായി തന്നെ ഇവർ ഒരു വലിയ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. ഓർക്കണം, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് നമ്മുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വലിയ പടക്കപ്പലും അതിനെ അനുബന്ധിച്ചുള്ള 2-3 ചെറു യുദ്ധക്കപ്പലുകളും അമേരിക്ക കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് ദിവസമായിട്ട് അത് അവിടെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അതായത് വെറുതെ നങ്കൂരമിടുന്നു, കുറച്ച് നേരം അങ്ങോട്ട് ഓടിക്കുന്നു, കുറച്ച് ഇങ്ങോട്ട് ഓടിക്കുന്നു, പിന്നെയും ഓടെ വന്ന് കിടക്കുന്നു. അവിടെയുള്ള സൈനികരൊക്കെ ബൈനോക്കുലറിലൂടെ ഇറാനിലേക്ക് നോക്കുന്നു, കാറ്റിൻ്റെ ദിശ നോക്കുന്നു. ഇതൊക്കെ അല്ലാണ്ട് വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ആ 90 വിമാനങ്ങളും കൊണ്ടുവന്ന പോലെ അതിനകത്ത് കിടക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് ട്രംപിനും ഒരു ഉത്തരവില്ല. അപ്പോൾ ഇറാൻ്റെ തിരിച്ചടിയിൽ ഭയന്ന് അവിടെ തന്നെ കിടക്കുന്ന ആ കപ്പൽപ്പടയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് അടുത്ത നീക്കം ഉണ്ടായിരിക്കുന്നു. റഷ്യയും ചൈനയും ഇറാനും ഒന്നിച്ച് ഒരു സംയുക്ത നാവിക അഭ്യാസം നടത്തിയിരിക്കുന്നു. അത് നാവികാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അതായത് അതൊരു ശക്തമായ ഭീഷണിയാണ്, ശക്തമായ വെല്ലുവിളിയാണ്, ലോകത്തിനുള്ള സന്ദേശമാണ്. കാരണം നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് വന്നാൽ ഒപ്പം ഇസ്രായേൽ ഉണ്ടാകും, നാറ്റോ രാജ്യങ്ങളുടെ സേവനം തേടും. പണ്ട് ഹൂത്തികൾ
ചെങ്കടലിൽ ഒരു ഉപരോധം നടത്തിയ സമയത്ത് അന്ന് അമേരിക്ക വലിയ പടക്കപ്പലുമായിട്ട് അവരെ തുരത്താൻ വേണ്ടി വന്നു. അന്ന് ഏതാണ്ട് 9 നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 9 രാജ്യങ്ങളുടെ പട്ടാളത്തെ കൊണ്ടാണ് അന്ന് അമേരിക്ക വന്നത്. അതിൽ പക്ഷേ അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക വന്ന പോലെ തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ എങ്കിലും അമേരിക്കയ്ക്കൊപ്പം ഇറങ്ങാൻ ഇത്രയും രാജ്യങ്ങളുണ്ട് എന്നവരത് തെളിയിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തും ഇറാൻ കരുത്ത് പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം റഷ്യയും ചൈനയും ഉണ്ട്. ഇതൊരു പുതിയ ശാക്തിക ചേരിയുടെ തുടക്കമാണ്. നിങ്ങൾ ആളെ കൂട്ടി അടിക്കാൻ വന്നാൽ ഞങ്ങൾക്കിവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞങ്ങളും ഒന്നിച്ച് തന്നെ നിൽക്കും. ഇതൊരു പുതിയ ശാക്തിക ചേരിയുടെ ഉദയമായി വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളൂ എന്നർത്ഥം കൂടി ഇതിനുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ബാക്കി വാർത്ത കൂടി നോക്കാം. ഇറാനിയൻ സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ മീഡിയ റിപ്പോർട്ടഡ് ദാറ്റ് ദ എക്സസൈസസ് നെയ്മഡ് സൊൽഫാഗർ 1400 ഇൻവോൾവ്ഡ് naval, aerial and ground forces operating across the Strait of Hormuz, the Sea of Oman and parts of the northern Indian Ocean. അതായത് ഒമാൻ്റെ കടൽ തീരത്തും ഇതുപോലുള്ള അഭ്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപത്തും ഇത്തരം അഭ്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലും സൈനിക അഭ്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇറാൻ്റെ മീഡിയ, അവിടുത്തെ സ്റ്റേറ്റ് മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണെന്നാണ് ഇവർ പറയുന്നത്. അതിൽ തന്നെ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇത് നാവികാഭ്യാസം മാത്രമല്ല, 3 സൈനിക മേഖലകളും അഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കര, വ്യോമ, നാവിക സേനകൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്, സംയുക്ത സൈനിക പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു സോഴ്സസ് സൈറ്റഡ് ബൈ അൽ ജസീറ, ഇറാൻസ് നേവി വിൽ കണ്ടിന്യൂ maneuvers in the Sea of Oman and the Indian Ocean in the coming days. The drills included forces from the Iranian Army, the Islamic Revolutionary Guard Corps, Navy, as well as participating units from Russia and China as part of routine annual exercises എന്നാണ് പറയുന്നത്. അതായത് വാർഷികമായി എല്ലാ വർഷത്തിലും ഇവർ നടത്താറുള്ള റൊട്ടീനായിട്ടുള്ള ഒരു എക്സർസൈസ് എന്ന നിലയിൽ തന്നെയാണ് അവരതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം എന്ന് പറയുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് ഒരു പടക്കപ്പൽ കൊണ്ടുവന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇട്ടിരിക്കുന്നു, കൂടുതൽ കപ്പലുകൾ വരുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനെ തട്ടും എന്ന രീതിയിലേക്ക് ലോകത്തെ പല മാധ്യമങ്ങളും വലിയ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നു. ഇസ്രായേലും ഞങ്ങൾ കയറി അടിക്കും വേണ്ടി വന്നാൽ എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇറാനെ വളഞ്ഞിട്ട് തീർക്കുമെന്ന രീതിയിലൊരു പ്രതീതി ഉണ്ടാകുന്ന സമയത്താണ് ഒരു ആനുവൽ എക്സർസൈസ് എന്ന നിലയിൽ വളരെ സിമ്പിളായിട്ട് തങ്ങളുടെ കരുത്തും ശക്തിയും വെല്ലുവിളിയുമൊക്കെ ഇറാൻ അവിടെ പ്രകടിപ്പിച്ച് നടത്തിയത്. അല്ലെങ്കിലും ഇറാൻ അങ്ങനെയാണ്. ഇറാൻ ഇതിനു മുമ്പ് ടെഹ്റാനിലെ ഒരു വലിയ ചുവരിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ തകരുന്ന ചിത്രം വെച്ചിട്ട് പ്രതീകാത്മകമായൊരു മറുപടി കൊടുത്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പണ്ട് പുറത്തു വന്നൊരു വീഡിയോ വീണ്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് പറയുന്ന അമേരിക്കയുടെ വിമാനം അത് ഇറാനിൽ ഇരുന്നു കൊണ്ട് മിസൈലുകളും തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് വെടിവെച്ച് താഴെയിടുന്ന ഒരു വീഡിയോ ആണ്, ഒരു അനിമേഷൻ വീഡിയോ ആണ്. അതിപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പ്രതീകാത്മകമായി പല മറുപടികളും കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടിക്കുമെന്ന ശക്തമായ സൂചന ഇറാൻ നൽകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? അതായത് ഇതിപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിക്കില്ല, ഇനി അങ്ങോട്ട് ഇത് തുടരും. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം സംയുക്ത സൈനികാഭ്യാസം അത് ഇറാനിയൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGCയുടെ നേവി, അതുപോലെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ പങ്കെടുക്കുന്ന ട്രൂപ്പുകൾ, ഇവരെല്ലാവരും ചേർന്ന് ഇനി കുറച്ചധികം കാലം ഈ സീ ഓഫ് ഒമാൻ്റെ കടൽ തീരത്തും ഇന്ത്യൻ ഓഷനിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കുറച്ചധികം കാലം സംയുക്തമായി ഇതുപോലെ അഭ്യാസ പ്രകടനങ്ങളുമായിട്ടുണ്ടാകും എന്നതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ്? അത് വലിയ തിരിച്ചടി കിട്ടും അമേരിക്കയ്ക്ക് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഐക്യപ്രകടനം കൂടിയാണ്. അത് അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇറാനെ ഒറ്റയ്ക്ക് കയറി അടിക്കാം. മുമ്പ് ജൂണിൽ ഇറാനിൽ വന്ന് ബോംബിട്ടതുപോലെ ഒറ്റയടിക്ക് ഇറാനിൽ ബോംബിട്ട് ഇറാനെ അങ്ങ് തകർക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിൽ വ്യക്തമായി നൽകുന്നത്. അത് ട്രംപിന് വലിയ തിരിച്ചടിയാണ്. ഇനി ട്രംപിന് മുന്നിലുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ സൗദിയോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളെയോ ഒക്കെ സമീപിച്ച് ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ടൊരു ഒത്തുതീർപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്താനുള്ള സകല തന്ത്രങ്ങളും അല്ലെങ്കിൽ സകല നീക്കങ്ങളും ഇറാൻ വെല്ലുവിളിച്ച് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെട്ടിരിക്കുന്നത് കീഴ്പ്പെടുത്താനുള്ള നീക്കങ്ങളെയും ഇറാൻ ശക്തമായി വെല്ലുവിളിച്ച് തന്നെ നിൽക്കുകയാണ്. കൂടുതൽ സൈന്യത്തെയും കൂടുതൽ സന്നാഹങ്ങളെയും ഐക്യരാജ്യങ്ങളെയും ഒക്കെ കൂടെ നിർത്തി ഇറാനും തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ്, നെഞ്ചുവിരിച്ച് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി യുദ്ധത്തിലേക്ക് പോവുക എന്നതല്ലാതെ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പിന്നെയുള്ള ഒരേ ഒരു വഴി അറബ് രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇറാനുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തുക എന്നുള്ളതാണ്. അതിലേക്ക് അമേരിക്ക എപ്പോൾ
പോകും എന്നുള്ളത് മാത്രമാണ് ബാക്കി വരുന്ന ചോദ്യം.